നമുക്ക് നാരങ്ങയും പാലും ഫ്രൂട്ട്സും ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധാരണ ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ എല്ലാ വെള്ളത്തിലും അധിക പേരും ഇടുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് കസ്കസ്. അപ്പോൾ അതും ഒരു ടീസ്പൂൺ ഒന്ന് എടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, വേണ്ടവർക്ക് മതി കേട്ടോ. ഇങ്ങനെ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് വെള്ളത്തിൽ ചേർക്കുന്നവർക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തേങ്ങ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചിട്ട് നോർമൽ ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രമല്ലോ കേട്ടോ ഈ ഒരു ഡ്രിങ്കിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണ് വെള്ളം ഉണ്ടാക്കുന്നത് അതിന്റെ അളവിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ തന്നെ അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് പിന്നീട് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത വെള്ളം ഒരിക്കലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. നമ്മൾ സാധാരണ ജ്യൂസൊക്കെ അരിച്ചെടുക്കുന്ന ഒരു വലിയ അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ചെറിയ തരികളൊക്കെ വെള്ളത്തിൽ പോകും കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ അരിപ്പയിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ആ ഒരു കസ്കസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് നട്ട്സും കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുള്ളവർ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുക. വേറെ നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ വെള്ളം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ ഞാൻ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിതിൽ തണുപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ തണുപ്പന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റീഫ്രഷിങ് ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തേങ്ങയൊക്കെ എപ്പോഴും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.